ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് റാഗി സേമിയ ഉപ്മാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. പലരും തയ്യാറാക്കുന്നത് പല രീതിയിലാണല്ലോ. ഞാൻ എൻ്റെ രീതിയിലത് അവതരിപ്പിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 170 ഗ്രാം റാഗിയാണിത്. മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് 2 ചെറിയ സവോള ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ചെറിയ പച്ചമുളക്, അത് അധികം എരിവില്ലാത്തതാണ്, ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. ഒരു 3/4 ഗ്ലാസ് വെള്ളം മതി. റാഗി കഴുകിയതുകൊണ്ട് ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്കിതെങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിൽ. അതിൽ ഞാൻ കടുകും 2 വറ്റൽമുളകും കൂടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ മുളകിൻ്റെ നിറം കൊണ്ടാണ് നിറം മാറിക്കാണുന്നത്. ഒഴിച്ചത് അത് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നീട് പച്ചമുളക്, ഇഞ്ചി, സവോള എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തി കൊടുക്കാം. ഞാൻ 3/4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ ഞാൻ സേമിയയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പായി കലർത്തിയ വെള്ളമാണത്. ഇതൊന്ന് വഴണ്ടി വരട്ടെ. ഇത് നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സേമിയ ചേർത്തി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. വെള്ളത്തിൽ കുതിർത്തതായാലും തന്നെ ഇനി കുറച്ച് മാത്രമേ വേവ ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ചേർത്തി കൊടുക്കാം. ഉപ്പുവെള്ളം ഞാൻ 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും 1/4 ഗ്ലാസ് മാത്രമേ ഇപ്പോൾ ചേർത്തി കൊടുക്കുന്നുള്ളൂ. അത്രയുമേ ആവശ്യമുള്ളൂ തോന്നുന്നു. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 നിമിഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സേമിയ പാകത്തിന് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഉലർന്ന് തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. റാഗിയുടെ പോഷക ഗുണം വളരെയാണ്. ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ളതാണ് റാഗി. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ്, പ്രമേഹ രോഗികൾക്ക്, പിന്നെ എല്ലാവർക്കും, രക്തക്കുറവുള്ള എല്ലാവർക്കും ഒരു നേരം റാഗി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. ഇതുപോലെ തന്നെയാണോ നിങ്ങൾ തയ്യാറാക്കണമെന്ന് അറിഞ്ഞുകൂടാ.
വല്ല അഴുക്കും ഉണ്ടെങ്കിൽ പോകട്ടെ പറഞ്ഞിട്ടാണ് ഒന്ന് കഴുകുന്നത്. ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കുതിർത്തരുത്. ജസ്റ്റ് നിറയെ വെള്ളം ഒഴിച്ച് ഒന്ന് അപ്പം തന്നെ ഊറ്റി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, നമ്മുടെ റാഗി സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.